പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475 222 8655. ലോകത്തെ നടുക്കിയ കുവൈറ്റ് തീപിടുത്തം. കുവൈറ്റ് ആസ്ഥാനമായുള്ള NBTC കമ്പനിയുടെ ജീവനക്കാരുടെ താമസ സ്ഥലത്താണ് വലിയ അഗ്നിബാധ ഉണ്ടായത്. ജോലി കഴിഞ്ഞെത്തിയവർ നല്ല ഉറക്കത്തിലായിരുന്ന പുലർച്ചെ 4 മണിക്ക് അടിയിലത്തെ നിലയിൽ നിന്നും കത്തി ഉയർന്ന തീ മലയാളികൾ ഉൾപ്പെടെ 50-ൽ പുറത്ത് ജീവനുകളാണ് അപഹരിച്ചത്. പിന്നെ ബാക്കിയുള്ള ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ വരുമ്പോഴും ക്രെയിനിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളെപ്പോഴും വരുന്ന ഏരിയ ആണ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ്. നമ്മുടെ NBTC എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയുടെ ഒരു കമ്പനിയാണ്, ചങ്ങനാശ്ശേരി ബേസുള്ള വലിയ നല്ല മലയാളി നല്ല ഇതുള്ള വ്യവസായമാണ്. ഓക്കെ. തീപിടുത്തത്തിൽ കൊല്ലം ജില്ലയിലെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നരിക്കൽ വാഴവിള സാജൻ വില്ലയിൽ ജോർജ് പോത്തൻ്റെയും വത്സമ്മയുടെ മകനായ 29 വയസ്സുള്ള സാജൻ ജോർജും കൊല്ലപ്പെട്ടു. നാടിനെ കണ്ണീരിലാഴ്ത്തിയ നടുക്കുത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു അത്. ജോലി തേടി സാജൻ കുവൈറ്റിലേക്ക് പോയിട്ട് 1.5 മാസമേ ആകുന്നുള്ളൂ. ആദ്യ ശമ്പളവും മാതാപിതാക്കൾക്ക് അയച്ചു നൽകിയിരുന്നു. ദുരന്തം ആ വീട്ടിലേക്ക് ഒരു സങ്കടക്കടലായി എത്തുകയായിരുന്നു. ഈ സാജൻ ജോർജ് 1.5 മാസമായി ഇവിടുന്ന് കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത്. മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പയ്യൻ. ഈ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനും വളരെ സൗമ്യനായ പയ്യനാണ്. ഇവിടെ ജോലി നോക്കി പോകുന്നില്ല എന്നുള്ള താല്പര്യത്തിലാണ് നിന്നത്. എങ്കിലും പോയി 1 വർഷം ജോലി ചെയ്യാം, ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്നുള്ള ധാരണയിലാണ് ഇവിടുന്ന് പോയത്. 29 വയസ്സാണ്. വെഞ്ചേമ്പ് NGPM ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞ് MTech കഴിഞ്ഞതിന് ശേഷമാണ് ഈ കമ്പനി എന്ന് പറയുന്നത് ഇവരുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ഫാമിലിയുടെ കമ്പനിയാണ്. അങ്ങനെയാണ് ഈ പയ്യനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള കാരണം തന്നെ. ഇവിടെ ഈ പ്രദേശത്ത് വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഈ സാജൻ വർഗീസ്. വളരെ പ്രിയപ്പെട്ട ഈ കുടുംബവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് ഞാൻ. പക്ഷേ അതിയായ ദുഃഖമുണ്ട്. ഇതുപോലെ സൗമ്യനും നല്ല പഠിക്കാൻ പഠിക്കലും ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു ചെറുക്കനായിരുന്നു. അവന് ഇവിടെ ഒരു കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവനൊരു ജോലി കിട്ടി, അങ്ങനെ പോയി വളരെ സന്തോഷമായിരുന്നു, ഹാപ്പിയായിരുന്നു. അവൻ്റെ പെങ്ങൾ പിന്നെ UK വളരെ എല്ലാവരും ഞങ്ങൾ ഹാപ്പിയായിരുന്നു. ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിപ്പോയി. ജോലിക്ക് കയറിയതിന് ശേഷം ജോലി സ്ഥലത്തെ പറ്റി എങ്ങനെയാണ് പറഞ്ഞത്? ജോലി സ്ഥലം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അവന് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു അവിടെ. അവന് ജോലി സ്ഥലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു.
ശമ്പളമൊക്കെ അയച്ചെന്ന് പറയുന്നത്. ശമ്പളമൊക്കെ അയച്ച് ആദ്യത്തെ ശമ്പളം അയച്ചതിന് ശേഷം പിന്നെ പള്ളിയിലും കൊടുക്കണം, ബാക്കിയുള്ള ഇതെല്ലാം ചെയ്യണം. ഇതൊക്കെ പറഞ്ഞ് 15 ദിവസത്തെ കണ്ട് ശമ്പളം അയച്ചോളൂ. പിന്നെ ഇത് ഒരു മാസം ആവുന്നേ ഉള്ളൂ അടുത്ത ശമ്പളം കിട്ടായി. വിവാഹാലോചനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കല്യാണം പിന്നെയും പോയിട്ട് വന്നിട്ട് 2 വർഷത്തെ എഗ്രിമെൻറ്റാണ് പോയിട്ട് വന്നിട്ടൊക്കെ ചെയ്യാം, വിവാഹം ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്ന എന്ത് ചെയ്യും. വളരെ ഇതായിരുന്നു. ഈ ഞങ്ങളുടെ നാടിന് തന്നെ ഒരു മാതൃകയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിരുന്നു. വളരെ സൗമ്യൻ എന്ന് വെച്ചാൽ വളരെ സൗമ്യനായ ഒരു കുട്ടിയായിരുന്നു. പഠിക്കാനൊക്കെ കുട്ടിക്കാലം മുതൽ പഠിക്കാൻ അവൻ ബിടെക് പിന്നെ എല്ലാത്തിലും അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് എഞ്ചിനീയറിംഗ് എടുത്ത് ബിടെക് പാസ്സായി, എംടെക് പാസ്സായി. അത് കഴിഞ്ഞിട്ടൊരു കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു അവൻ. നല്ല സൗമ്യ സ്വഭാവക്കാരനായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നുമില്ല എങ്കിലും തന്നെ അപ്പനായാലും അവനായാലും നല്ല രീതിയിലുള്ള ഇടപെടലുകളായിരുന്നു. പിന്നെ മറ്റ് സ്വഭാവങ്ങളൊന്നുമില്ല. ഗൾഫിൽ പോയ അത് ഒന്നൊന്നര മാസം ആവുന്നേ ഉള്ളൂ. പോകുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. പിന്നെ 2 ദിവസം മുമ്പ് ശമ്പളം വന്നെന്ന് പറയുന്നു. അതിന്നാണ് ഞാൻ അറിയുന്നത്. ഇന്നലെ ഒരു 7 മണിയോടാണ് ഞാൻ ഈ വാർത്ത അറിഞ്ഞത്. അതിൻ്റെ ഞെട്ടലുണ്ടായി. സാജൻ ജോർജിൻ്റെ മരണവാർത്ത ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു. പ്രതീക്ഷകളോടെ വിദേശത്തെത്തിയ യുവാവിൻ്റെ ദാരുണ അന്ത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നരിക്കൽ ഗ്രാമം ഞെട്ടിത്തെരിച്ചു. സാജൻ ജോർജ് കുവൈറ്റിൽ എത്തിയിട്ട് 1.5 മാസമേ ആകുന്നുള്ളൂ. പ്രവാസ ജീവിതം സ്വപ്നം കണ്ട യുവാവ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഒരു കുടുംബവും സ്വന്തം നാടുമെല്ലാം തീരാ ദുഃഖത്തിലായി. അപകടത്തിന് ശേഷം ഇന്ത്യൻ എംബസി പുറത്തുവിട്ട പേരുകളിൽ സാജൻ്റെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഏറെ വൈകിയാണ് സ്ഥിരീകരണമുണ്ടായത്. എംടെക്കിൽ ബിരുദം നേടിയ സാജൻ അടൂരിലെ സ്വകാര്യ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നിരുന്നു. ഇതിനിടെ പോസ്റ്റ് ഓഫീസിലും താൽക്കാലിക ജോലി ചെയ്തു. അങ്ങനെയിരിക്കെ കുവൈറ്റിൽ ജോലി ശരിയായി. ഗൾഫിൽ ജോലി ചെയ്ത് നന്നായി ജീവിക്കണമെന്ന പ്രതീക്ഷയായിരുന്നു യുവാവിന്. സാധാരണ കുടുംബത്തിലെ അംഗമായ സാജന് നാട്ടിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ നിരവധി ആളുകളാണ് മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനായി വീട്ടിലെത്തിയത്. പിതാവ് ജോർജ് പോത്തനും മാതാവ് വത്സമ്മയ്ക്കും വാർത്ത സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. മാതാപിതാക്കൾക്ക് ഏക മകനിലായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷകളാണ് ഒരു ദിവസം കൊണ്ട് അഗ്നി കവർന്നു പോയത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, ചിഞ്ചുറാണി, PS സുബാൽ MLA, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, മുൻ മന്ത്രി K രാജു, MP NK പ്രേമചന്ദ്രൻ, പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ആശ്വാസ വാക്കുകളുമായി വീട്ടിലെത്തി. ഉണ്ടായത് വളരെ ദാരുണമായിട്ടുള്ള ഒരപകടമാണ്. നിരവധി ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിൽ നമ്മളെല്ലാവരും ദുഃഖാർത്തരാണ്. സാജനടക്കം നിരവധി മലയാളികളും ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി ആളുകളാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിരവധി ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 24ഓളം പേരാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചി വഴി മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകണം എന്നുള്ള തരത്തിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പോയി കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെ നമ്മൾ ചുമതലപ്പെടുത്തി. വീണ ജോർജാണ്. വീണ ജോർജൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളെത്തും നാളെ തന്നെ കേരളത്തിലെത്തിക്കാനുള്ളൊരു ശ്രമമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഡൽഹിയിൽ വന്നിട്ട് അവിടെ നമ്മൾ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്. മലയാളികളുടെ വലിയ ഒരു സംഘം അവിടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് തന്നെയുള്ള ആളുകൾ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇതിന് ചുറ്റുപാടുള്ള ആളുകൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ആ പ്രദേശത്ത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മലയാളി സംഘടനകളും മലയാളികളും എല്ലാം വലിയ പ്രവർത്തനമുണ്ട് പുള്ളിക്കാരുടെ. എന്തായാലും
വരുന്നതിനെ സംബന്ധിച്ചൊന്നും ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനങ്ങളാണ്. അത് തീരുമാനം നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രിസഭ തീരുമാനമെടുത്തു. ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള സഹായം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കേരളത്തിന് വ്യവസായികളായിട്ടുള്ള ഗവൺമെൻറ് 5 ലക്ഷം രൂപ വെച്ചാണ് അടിയന്തരമായിട്ടാണ് അനൗൺസ് പ്രഖ്യാപിച്ചത്. കേരളത്തെ എന്നല്ല രാജ്യത്തെയും രാജ്യാന്തര രംഗത്തും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ആ ദുരന്തത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു ദുരന്തം, കാരണം പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനിത് മറ്റൊരു വസതിയിൽ പോയപ്പോൾ 2 പെൺകുട്ടികളാണ് മരണപ്പെട്ട ആ വ്യക്തികൾ. ഫുൾ A+ വാങ്ങി +2 പൂർത്തീകരിച്ച വിദ്യാർത്ഥി. അതിൻ്റെ തുടർ പഠനം പോലും അസാധ്യമാകുന്ന സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ പുനരധിവാസത്തിനാണ്, ഈ കുടുംബങ്ങളുടെ പുനരധിവാസത്തിനാവശ്യമായിട്ടുള്ള ശക്തമായ പദ്ധതികൾ തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെടുന്നത്. കമ്പനി ഇതിനകം തന്നെ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ പ്രവാസി സമൂഹത്തിൻ്റെ ആകെ വിശ്വാസ്യത ആർജിക്കാൻ പര്യാപ്തമാകുന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇവരുടെ ശാശ്വതമായ കുടുംബങ്ങളുടെ ആശ്രിതരുടെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ അവരുടെ ശാശ്വതമായ ആശ്വാസ പദ്ധതിയായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ മൂലം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെ മൃതദേഹം പുനലൂരിലെ സ്വകാര്യ മോർച്ചറിയിൽ എത്തിച്ചു. സാജൻ ജോർജിൻ്റെ സഹോദരി ആസ്ട്രേലിയയിലാണ് ജോലി ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച രാത്രി തന്നെ സഹോദരിയും നാട്ടിലെത്തി. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മോർച്ചറിയിൽ നിന്നും വിലാപയാത്രയായി മൃതദേഹം വീട്ടിലെത്തിച്ചു. ആദ്യം വീട്ടിനുള്ളിൽ മാതാപിതാക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാൻ വച്ചു. പിന്നീട് പുറത്തെ പന്തലിൽ പൊതുദർശനവും പ്രാർത്ഥനയും ഒരുക്കി.
ലോകത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ മഹത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. എല്ലാ കുടുംബാംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് 1:30 നരിക്കൽ ബഥേൽ മർത്തോമ ചർച്ചിൽ അന്തിമ ശുശ്രൂഷകൾക്കായി കൊണ്ടുവന്നു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസ് നേതൃത്വത്തിലാണ് ശുശ്രൂഷകൾ നടന്നത്.
ഐ കെ ബി ഗണേഷ് കുമാർ, MP NK പ്രേമചന്ദ്രൻ, MLA PS സുപാൽ, വാർഡ് മെമ്പർ P പ്രകാശ് കുമാർ എന്നിവരും നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി, IMCC GCC കമ്മിറ്റിക്ക് വേണ്ടി ജലീൽ പുനലൂർ റീത്ത് സമർപ്പിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി S ബിജു, CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, MA രാജഗോപാൽ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് മാത്യു, നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക രാജേന്ദ്രൻ എന്നിവർ ശുശ്രൂഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഒരു വീടിൻ്റെ സ്വപ്നമായിരുന്ന, പ്രതീക്ഷയായിരുന്ന 29കാരൻ സാജൻ ജോസ് എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വെച്ച് കല്ലറയിൽ അന്ത്യവിശ്രമം കൊണ്ടു.